ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശുദ്ധീകരണ സ്ഥലം ഒരു യാഥാർത്ഥ്യമോ മിഥ്യയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിന്ന് ഒന്ന് ചിന്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭ എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്നൊരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? സഭയ്ക്കുത്തരമുണ്ടോ എന്ന പുസ്തകത്തിൽ അതിൻ്റെ 239 പേജിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. കത്തോലിക്കർ ശുദ്ധീകരണ സ്ഥലത്തിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ബൈബിൾ ഇതേക്കുറിച്ച് പരാമർശിക്കുന്നത് എവിടെയാണ്? മരിച്ചുപോയ ആത്മാക്കൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ചില പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗക്കാർ തർക്കിക്കാറുണ്ട്. അതിനാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യം ഉദിക്കുന്നില്ല. അവരുടെ വാദഗതിയെ അനുകൂലിക്കാൻ അവർ ചില ബൈബിൾ ഭാഗങ്ങൾ കടമെടുക്കുന്നു. മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല, പാതാളത്തിൽ ആരങ്ങയെ സ്തുതിക്കും. സങ്കീർത്തനം 6:5. വീണ്ടും കർത്താവെ കണ്ണു തുറന്ന് കാണണമേ, ശരീരത്തിൽ നിന്നും പ്രാണൻ വേർപെട്ടു പോയി മരിച്ചു പാതാളത്തിൽ കിടക്കുന്നവൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയോ നീതിമാനെ പ്രഘോഷിക്കുകയോ ചെയ്യുകയില്ല. ബാറൂക്ക് അതിൻ്റെ 2-ാം അധ്യായം 17-ാം വാക്യം. ഇങ്ങനെ ചില വാക്കുകൾ, ചില വചനങ്ങൾ എടുത്തു വെച്ചിട്ടാണ് അവരിതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ പഴയ നിയമത്തിലെ ചില വചനങ്ങൾ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ, വിഭാഗക്കാർ ഉച്ചരിക്കുമ്പോൾ തന്നെ പുതിയ നിയമത്തിൽ 1 പത്രോസ് അതിൻ്റെ 3-ാം അധ്യായം 18 മുതൽ വാക്യങ്ങൾ യേശു പാതാളത്തിൽ ഇറങ്ങിയെന്നും അവരോട് സുവിശേഷം പ്രസംഗിച്ചു എന്നുള്ള വസ്തുത വളരെ സന്തോഷപൂർവ്വം അവർ മറക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്ന രീതിയിലേക്ക് വരുന്നത് എന്നാണ് പ്രധാനമായി ഈ പുസ്തകം വിവക്ഷിക്കുന്ന പ്രധാനപ്പെട്ട മേഖല. യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, അങ്ങയുടെ മരിച്ചവർ ജീവിക്കും, അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും, പൂഴിയിൽ ശയിക്കുന്നവരെ ഉണർന്ന് സന്തോഷിച്ച് കീർത്തനം ആലപിക്കുവിൻ എന്ന് യെശയ്യയിൽ അതിൻ്റെ 26-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു. ഇങ്ങനെ ദാനിയേൽ പറയുന്നു, ആത്മാക്കളെ, നീതിമാന്മാരുടെ ചേതസ്സുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അപ്പോൾ ഈ വചനമൊക്കെ പ്രൊട്ടസ്റ്റന്റുകാർ ബോധപൂർവം മറന്നുകൊണ്ട് ഇതാ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവോടുകൂടെ ചെന്ന് പാതാളത്തിലുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറഞ്ഞതൊക്കെ മറന്നുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ശുദ്ധീകരണ സ്ഥലം ഇല്ല എന്നൊക്കെ പ്രൊട്ടസ്റ്റന്റുകാർ പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫാദർ ആന്റണി നെറ്റിക്കാട്ട് അച്ഛൻ ഈ ഒരു പുസ്തകത്തിലൂടെ സഭയ്ക്ക് ഉത്തരമുണ്ടോ എന്ന പുസ്തകത്തിലൂടെ അച്ഛൻ പ്രധാനമായിട്ടും പറയുന്ന ഒരു ആരോപണം. എന്ത് തന്നെയാകട്ടെ, പ്രൊട്ടസ്റ്റന്റ് എന്ത് പഠിപ്പിക്കുന്നു, പെന്തക്കോസ്ത് എന്ത് പഠിപ്പിക്കുന്നു, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മളെ സംബന്ധിച്ച് കത്തോലിക്ക സഭ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നുകൂടെ പറയുമ്പോൾ ബൈബിൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുകൂടെ ചിന്തിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, പാപദോഷത്തിൽ മരിച്ചവരോ ക്ഷമിക്കപ്പെട്ട പാപങ്ങളുടെ കടബാധ്യത തീരാത്തവരോ ആയ ആത്മാക്കൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടവിധാനത്തിൽ ശുദ്ധീകരണ സ്ഥലം എന്നറിയപ്പെടുന്ന താൽക്കാലിക ശിക്ഷാവിധിക്കുള്ള ഒരവസ്ഥ കൂടി ഉണ്ട് എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. അപ്പോൾ സഭ പഠിപ്പിക്കുന്നതാണ്, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരു വിധാനം, ഒരു വഴി അല്ലെങ്കിൽ ഒരു കോറിഡോർ ഉണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? പാപദോഷത്തിൽ മരിച്ചവരോ ക്ഷമിക്കപ്പെട്ട പാപങ്ങളുടെ കടബാധ്യത തീരാത്തവരോ, അതായത് ഏതെങ്കിലും പാപദോഷത്തിൽ അവർ മരണപ്പെടുന്നു, ക്ഷമിക്കപ്പെടാതിരിക്കുന്ന ഏതെങ്കിലും ഒരു അവസ്ഥ അവർക്കുണ്ട്, കടബാധ്യത എന്തോ തീരാനുണ്ട്, ഏതോ ഒരു കാര്യം അവർ തീർക്കാനുണ്ട് എന്നുള്ളവർ അവർക്ക് താമസിക്കാനുള്ള ഒരു ഇടവിധാനം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. വിശ്വാസികൾക്ക് തങ്ങളുടെ പ്രാർത്ഥനയാലും പ്രത്യേകിച്ച് വിശുദ്ധ ബലിയാലും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ സഹായിക്കാൻ സാധിക്കുമെന്ന് ട്രെൻഡ് സൂനോദോസ് കൗൺസിൽ നമ്മെ പഠിപ്പിക്കുന്നു. സെഷൻ 25. അപ്പോൾ ട്രെൻഡ് സൂനോദോസിലാണ് ഇത് പഠിപ്പിച്ചത്. എന്ത് പഠിപ്പിച്ചത്? ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ പ്രാർത്ഥനയാലും വിശുദ്ധ ബലിയാലും നമുക്ക് അവരെ തിരിച്ച് ദൈവരാജ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. വിശ്വാസികളുടെ പ്രാർത്ഥന വഴിയും പ്രത്യേകിച്ച് അൾത്താരയിൽ അനുദിനം അർപ്പിക്കുന്ന ദിവ്യബലിയിലൂടെയും ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഇവിടെ പഠിപ്പിച്ചു വെക്കുന്നത് ട്രെൻഡ് സൂനോദോസിൽ. ഈ തത്വശാസ്ത്രം ദൈവശാസ്ത്രപരമായി വളരെ ശരിയാണ് എന്നുകൂടെ പറയാൻ വേണ്ടി 1-2 വചനം കൂടി അച്ഛൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: പാപമാലിന്യം ലേശം തീണ്ടാത്ത വളരെ പരിശുദ്ധരും നിർമ്മലരുമായവരെ ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ സ്വർഗ കവാടം തുറക്കൂ. അപ്പോൾ ഒരു പാപമാലിന്യവും ഏൽക്കാതെ പൂർണ്ണ വിശുദ്ധിയിൽ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടവൻ മാത്രമേ സ്വർഗം തുറന്ന് അതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഏത് തത്വമാണ് എന്നുള്ളത് കൂടെ അച്ഛൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതിയവർ മാത്രമേ അവിടെ പ്രവേശിക്കത്തുള്ളൂ. അപ്പോൾ 2 കാര്യം: ഒന്ന്, കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ അവന് പേരുണ്ടാകണം; 2, അവൻ പൂർണ്ണ വിശുദ്ധിയിൽ പൂർണ്ണമായി
വിശുദ്ധി പ്രാപിച്ചവന് മാത്രമേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ എന്നുകൂടെ ബൈബിൾ പറയുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞു വെക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ കണ്ടു, ഒരുവന്റെ പ്രവൃത്തിയല്ല അവന്റെ വിശ്വാസമാണ് അതിനാധാരം. ആ വിശ്വാസത്തിന്റെ അനുസരണമാകുന്ന പ്രവൃത്തി അവനിൽ ഉണ്ടാകും. ആ പ്രവൃത്തിയാകട്ടെ അനുദിനം അവനെ വിശുദ്ധീകരിക്കുന്നതായിരിക്കും. എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും എന്ന് ദൈവവചനം നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ ആ വിശുദ്ധിയിലേക്ക് നമ്മൾ അനുദിനം മാറ്റപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു മാറ്റം ഒരു വിശ്വാസിയിൽ വരുന്നുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ്. പക്ഷേ പൂർണ്ണ വിശുദ്ധി പ്രാപിച്ചവനെ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കൂ എങ്കിൽ കാൽവരിയിലെ ക്രൂശ് എന്തിനാണ്, അതിൻ്റെ നീതി എന്താണ് എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടി വരും, നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അവിടെ തന്നെ ഈ പുസ്തകം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് അശരീരിയാണ്. ആ വ്യക്തിക്ക് തന്നെത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ചെയ്തേനെ. പക്ഷെ അത് സാധ്യമല്ലാത്തത് കൊണ്ട് ഭൂമിയിലായിട്ടുള്ള വിശ്വാസ സമൂഹം, സഭ അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയ്ക്ക് മാത്രമേ ആ വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വിശുദ്ധ കുർബാന, പ്രാർത്ഥനകൾ എന്നാണ് ഈ ഒരു പുസ്തകം പറഞ്ഞു വെക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് വിശുദ്ധ കുർബാന? ഈ വിശുദ്ധ കുർബാന എന്താണ് ഒരു ബലിയായി നമ്മൾ കാണുന്നത്? നമ്മുടെ അധരങ്ങളുടെ ബലി നമ്മൾ സമർപ്പിക്കുന്നു. പലപ്പോഴും ഈ ബലി എന്നുള്ളൊരു വാക്ക് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് സമൂഹത്തിലുള്ളവർക്ക്, പ്രത്യേകിച്ച് ഞാൻ വിശുദ്ധ കുർബാന എന്നൊരു വാക്ക് പലപ്പോഴും ഉച്ചരിക്കുന്നത് അവർക്ക് വലിയ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ അവർ ഭയങ്കര ഇറിറ്റേഷൻ അതിനു വേണ്ടി കാണിച്ചിട്ടുണ്ട്. എന്താണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതിന്റെ കാരണം? കത്തോലിക്കർക്ക് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായും ആ വാക്ക് തന്നെ ഉച്ചരിക്കുന്നത്. പ്രിയമുള്ളവരെ, ബലിയെന്ന് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് നമ്മുടെ സമർപ്പണമാണ്. എന്താണ് ആ സമർപ്പണം? എൻ്റെ അധരങ്ങളുടെ, ഹൃദയങ്ങളുടെ ബലികളാണ്. അത് എൻ്റെ സ്തുതിപ്പാകാം, എൻ്റെ ശരീരത്തിന് ഞാൻ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ബലി എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ദൈവത്തിന് എൻ്റെ സ്തുതികളും എൻ്റെ അധരത്തിൻ്റെ ബലികളും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കർത്താവിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ തന്നെ എന്താണ് ഈ അന്ത്യത്താഴം അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാന എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം വ്യക്തമായിട്ട് പറയുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ മാംസമാകുന്നു. വ്യക്തമായിട്ട് തന്നെ ശരീരത്തെക്കുറിച്ച് പറയുകയാണ്. ഒരുവൻ വിശുദ്ധ കുർബാനയ്ക്ക് അല്ലെങ്കിൽ ഈ അന്ത്യത്താഴ ബലിക്ക് പോവുകയും യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കാതെ വെറുതെ തിരിച്ചു പോരുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ അത് പൂർത്തിയാക്കുന്നുണ്ടോ? അവൻ അതിൽ പങ്കെടുക്കുന്നുണ്ടോ? അവൻ വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമല്ലേ? അവൻ എന്തിനാണ് പോയത് എന്ന ചോദ്യം കൂടെ വളരെ വ്യക്തമാണ്. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി ഒരു വ്യക്തി കുർബാന അർപ്പിക്കുന്നു, ബലി അർപ്പിക്കുന്നു. ഈ മരിച്ച വ്യക്തിക്ക് ഈ ബലി സ്വീകരിക്കാൻ പറ്റുമോ? മരിച്ച വ്യക്തിക്ക് യേശുവിൻ്റെ ശരീരം സ്വീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഈ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് മരിച്ച വ്യക്തിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? അപ്പം അതിനുവേണ്ടി ഈ പുസ്തകം വയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയം മക്കബായരുടെ പുസ്തകത്തിലുള്ള ചില കാര്യങ്ങളാണ്. 2 മക്കബായർ അതിൻ്റെ 12-ാം അധ്യായം 43 മുതൽ 46 വരെ വാക്യങ്ങൾ അവിടെ പറയുന്നു, മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവുമാകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർവവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. യഥാർത്ഥ പരിഹാര കർമ്മം ക്രിസ്തു കാൽവരിയിൽ ചൊരിഞ്ഞു. അപ്പൊ ഇത് പഴയ നിയമത്തിൽ മക്കബായരുടെ ഒരു പുസ്തകത്തിൽ ഇതാ വീണ്ടും ഒരു പാപപരിഹാര കർമ്മമുണ്ടെന്ന് പറയുമ്പോൾ അവർ പഴയ നിയമത്തെ ശ്രേഷ്ഠമായി മാത്രം കരുതുന്നു. പുതിയ നിയമത്തിന്റെ കണ്ണാടിയിലൂടെ അല്ലാതെ പഴയ നിയമത്തിൽ നിന്നും ഒരു പ്രബോധനമോ ഒരു ദൈവശാസ്ത്രമോ ഒരു ഉപദേശമോ കൊണ്ടുവരാൻ പാടില്ല എന്ന് പ്രൊട്ടസ്റ്റന്റുകാരെ വിമർശിച്ച അച്ഛൻ തന്നെ എന്ത് ചെയ്യുന്നു? നേരെ ആ കാര്യത്തിന് മക്കബായരുടെ പുസ്തകം എടുത്തു വെക്കുന്നു. എന്നിട്ട് പറയുക, മക്കബായരുടെ പുസ്തകം പ്രൊട്ടസ്റ്റന്റുകാർ ഉപേക്ഷിക്കുന്നു. കാരണം എന്താ? അവർക്ക് ഈ ഉപദേശം സ്വീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട്. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം കൂടി ഉണ്ട്. അവിടെ സദുക്കായരുണ്ടായിരുന്നു, ഫരിസേയരുണ്ടായിരുന്നു. ചിലര് പുനരുദ്ധാനം ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നു, ചിലര് പുനരുദ്ധാനം ഇല്ല എന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ അതും സ്വീകരിക്കണ്ടേ? നമ്മൾ ഏതാ സ്വീകരിക്കുന്നത്? പുതിയ നിയമത്തിന്റെ പ്രബോധനമല്ലേ സ്വീകരിക്കുന്നത്? ഹെബ്രായ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ യേശു പാതാളങ്ങളിലേക്ക് ഇറങ്ങി മരിച്ചവരോട് സുവിശേഷം പറഞ്ഞു. അതെന്തിനു വേണ്ടിയിട്ടാ? ആ സുവിശേഷം പറഞ്ഞത് താൻ ബലിയാക്കപ്പെട്ടു,
പരിഹാര കർമ്മം താൻ കാൽവരിയിൽ ചെയ്തു. അതുകൊണ്ട് യേശു തന്നെ പാതാളങ്ങളിൽ ഇറങ്ങി സുവിശേഷം പ്രസംഗിച്ചു എന്നല്ലേ സുവിശേഷത്തിൽ അല്ലെങ്കിൽ ലേഖനങ്ങളിൽ പത്രോസ്ലീഹ പറയുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിരിക്കെ ഇനിയും പാപപരിഹാര ബലിയുണ്ടെന്ന് പഠിപ്പിക്കുന്നത് ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ? മക്കബായരുടെ വചനം നമുക്ക് അതിന് പ്രായോഗികമായി ഉപയോഗിക്കാൻ സാധിക്കുമോ? യാതൊരു വിധത്തിലുമില്ല. കാരണം പാപപരിഹാര ബലി അർപ്പിച്ച ക്രിസ്തു തന്നെ പാതാളങ്ങളിൽ ഇറങ്ങി സുവിശേഷം പറഞ്ഞ് ബന്ധനത്തിലായിരിക്കുന്നവരെ സ്വതന്ത്രരാക്കി എന്ന് പറയുമ്പോൾ, അവരെ ഉന്നതങ്ങളിലേക്ക് വഹിച്ചു എന്ന് പറയുമ്പോൾ, പിന്നെയും പാപപരിഹാര ബലി ഉണ്ടെന്ന് പറയുമ്പോൾ, അത് യഥാർത്ഥത്തിൽ ഈ ബൈബിളിനെ പൂർണ്ണമായി അവഹേളിക്കുന്നതിന് തുല്യമല്ലേ, ബൈബിളിനെ മാറ്റിവെക്കുന്നതിന് തുല്യമല്ലേ എന്നുകൂടെ ഒരു ക്രിസ്ത്യാനി ചിന്തിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. മാത്രമല്ല, യേശു പുതിയ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ എൻ്റെ ശരീരവും രക്തവും നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞത് ജീവിക്കുന്നവരോടാണ്, ജീവിച്ചിരിക്കുന്ന വ്യക്തികളോടാണ്. അല്ലാതെ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുക എന്നൊരു ഉപദേശം ബൈബിളിൽ യാതൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, നമ്മൾ വിശുദ്ധ കുർബാനയുടെ അവസാനം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അപ്പോ വിശുദ്ധ ജനത്തിനാണ് ഈ വിശുദ്ധ കുർബാന. അതാകട്ടെ നമ്മൾ നമ്മുടെ ആത്മശോധനയും ശരീരവിശുദ്ധിയും ചെയ്തതിന് ശേഷം പോയി അർപ്പിക്കണം. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്തോസ് അതിന്റെ 11-ാം അധ്യായം 23 മുതൽ പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് 29-ാം വാക്യം പറയുന്നുണ്ട്, ഓരോ മനുഷ്യനും സ്വയം എങ്ങനെയാണ് ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നതെന്ന് പരിശോധിക്കട്ടെ. കാരണം ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുന്നവൻ തൻ്റെ തന്നെ ന്യായവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. നിങ്ങളിൽ പലരും രോഗിയും മരണവും പ്രാപിച്ചതിനും കാരണം ഇതാണ് എന്ന് പറയുമ്പോൾ, പുതിയ ഉടമ്പടിയാകുന്ന ഈ പറയുന്ന വിശുദ്ധ കുർബാന ഒരുവൻ സ്വീകരിക്കേണ്ടത് അവന്റെ ശരീരത്തെ പരിശോധിച്ച് അവന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിച്ചതിന് ശേഷമാണെന്ന് അപ്പസ്തോലൻ പഠിപ്പിക്കുമ്പോൾ, നമ്മളിവിടെ പറയുക, പാപിയായി പൂർണ്ണ പാപം മാറ്റപ്പെടാതെ ഒരുവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് പറയുന്നത് ഏത് ഉപദേശത്തിന്റെ കീഴിലാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇനിയും അച്ഛനിവിടെ അവസാനമായി ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. മത്തായി സുവിശേഷം ഉദ്ധരിച്ചുകൊണ്ട് അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വിട്ടുവോളം നീ അവിടെ നിന്നും പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി സുവിശേഷമാണ് പറഞ്ഞത്, യേശുവാണ് പറഞ്ഞത്. അതായത് അവസാന ചില്ലിക്കാശ് വരെ കൊടുക്കാതെ നീ അവിടെ നിന്നും പുറത്തു വരികത്തില്ല. അപ്പൊ അവസാന ചില്ലിക്കാശ് വരെ കൊടുക്കണം എന്ന് പറയുമ്പോൾ, ഈ ഭൂമിയിൽ ആരെങ്കിലും ഒരാൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയോ വിശുദ്ധ കുർബാന അർപ്പിക്കുകയോ ചെയ്താൽ ഈ അവസാന ചില്ലിക്കാശ് വരെ കൊടുക്കാതെ പുറത്തിറക്കത്തില്ല എന്ന് പറഞ്ഞ കർത്താവ്, ഓക്കെ, ഭൂമിയിൽ ഒരുത്തൻ നിനക്ക് വേണ്ടി ചില്ലിക്കാശ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കുവോ? അവനെ പിടിച്ച് പുറത്തെടുത്തുവോ? അവനെ വീണ്ടും ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുവോ? എന്താണ് നമ്മൾ ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വചനം വ്യക്തമായിട്ട് പറയുന്നു, അവസാന ചില്ലിക്കാശ് വരെ കൊടുത്തേ പറ്റൂ. അപ്പോ ശുദ്ധീകരണ സ്ഥലം, ഇപ്പൊ ഈ പുസ്തകം പറയുന്ന പോലെ ഒരു ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ, ഒരു ഇടവിധാനം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ, അവിടെ ആ നിൽക്കുന്ന വ്യക്തിക്ക് ശുദ്ധീകരണ ആത്മാവിന് വേണ്ടി യാതൊരു വിധത്തിലും ഒരുവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവസാന ചില്ലിക്കാശ് കൊടുക്കും വരെ അവൻ അവിടെ കിടന്ന് ശുദ്ധീകരിക്കപ്പെട്ട് അഗ്നിയിൽ ഒന്നവണ്ണം അവൻ എന്ത് ചെയ്യണം? അവൻ ദൈവരാജ്യത്തിലെത്തണം. അത് ദൈവവും ആ മനുഷ്യനും തമ്മിലുള്ള പ്രവൃത്തിയാണ്. ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക്, ഭൂമിയിലായിരിക്കുന്ന മനുഷ്യർക്ക് യാതൊരുവിധ പ്രവൃത്തിയും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന മക്കബായരുടെ പുസ്തകമാകട്ടെ അങ്ങനെയല്ല എന്ന് പറയുന്ന പുതിയ നിയമത്തിന്റെ ഉപദേശത്തിന്റെ കീഴിൽ വരുമ്പോൾ അത് നിർവീര്യമാകുകയാണ്. അത് പഴയ നിയമ ഉപദേശമാണ്. അതിന് മനസ്സിലാക്കാൻ പുതിയ നിയമത്തിന്റെ കണ്ണാടിയിലൂടെ നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ എന്ന് വ്യക്തം തന്നെയാണ്. പഴയ നിയമത്തില് അനേക പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, ഇങ്ങനെ ദാവീദും രാജാക്കന്മാരും അങ്ങനെ പലരും ചെയ്ത പ്രവൃത്തികൾ പഴയ നിയമത്തിൽ കിടക്കുക. ഇനി വേണ്ട, പഴയ നിയമത്തിന്റെ ബലിയാണല്ലോ കാളകളെ അർപ്പിക്കുന്ന പാപപരിഹാര ബലി. അപ്പൊ അതാണല്ലോ മക്കബായർ ചെയ്തത്. അപ്പൊ ആ ബലിയുടെ എല്ലാത്തിനെയും മാറ്റി അതിന്റെ പൂർണ്ണമായി ക്രൂശിൽ കാൽവരിയിൽ യേശു ചെയ്തു. യേശു അത് പൂർത്തിയാക്കി. അപ്പൊ യേശു അത് പൂർത്തിയാക്കിയതിനു ശേഷം പിന്നെയും ഇവിടെ ഏതെങ്കിലും ഒരു പുരോഹിതൻ പിന്നെയും ആ ബലി അർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ബലി നമുക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് സ്തുതി അർപ്പിച്ച് ദൈവത്തിന് സ്തോത്രഗീതങ്ങൾ ആലപിച്ച് എനിക്ക് നിത്യജീവന് വേണ്ടി കർത്താവിന്റെ ശരീരം
എന്നിലേക്ക് വരുന്നതല്ലേ അത്? ഇതേ പുസ്തകം തന്നെ 137 പേജിൽ വിശുദ്ധ കുർബാന അനുദിനം അർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന മറുപടി, ക്രൂശിൽ നേടിയ ഈ കൃപകൾ നമുക്ക് ബാധകമാകേണ്ടതിനാണ്. അതായത് യേശു ക്രിസ്തു കാൽവരിയിൽ ക്രൂശിൽ നേടിയ ആ കൃപകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന 2000 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന എനിക്ക് ബാധകമാകണമെങ്കിൽ അവന്റെ ശരീരരക്തങ്ങൾ ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഞാനും ക്രിസ്തുവുമായി രമ്യതപ്പെടുകയും ഒന്നിച്ചേരുകയും ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വിശുദ്ധ കുർബാന അനുദിനം അർപ്പിക്കുന്നത് എന്ന് ഇപ്പുറത്ത് പറഞ്ഞു വെക്കുകയും അതേ വിഷയത്തിൽ തന്നെ ഇപ്പുറത്ത് കുർബാന മരിച്ചവർക്ക് വേണ്ടി കൂടെ അർപ്പിക്കാം എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈ പുസ്തകം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്റ്റ് ചെയ്യുക. കത്തോലിക്ക പ്രബോധനങ്ങൾ പല സൂനകദോസുകളും പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പരസ്പരം കോൺട്രഡിക്ഷനാണ്. നമ്മൾ CCC വായിക്കുക, ഒരു പുസ്തകം വായിച്ച് CCCയുടെ തുടക്കം ഒരു കാര്യം വായിച്ച് അപ്പുറത്ത് മറ്റൊരു കാര്യം വായിക്കുമ്പോൾ ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ആശയമായിരിക്കും ഇപ്പുറത്ത് കിടക്കുക. അതുകൊണ്ട് ഞാൻ പലപ്പോഴും CCC എനിക്ക് ആധികാരികമായ ഒരു പുസ്തകമേ അല്ല എന്ന് ഞാൻ പറയാറുള്ളത്. കാരണം പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാത്ത പല ആശയങ്ങളും കോൺട്രഡിക്ഷൻ ചെയ്യുന്നത് ഈ പുസ്തകത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇത് തന്നെയല്ലേ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പോൾ അത് ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് അവനുമായി ചേരേണ്ടതിനാണെന്ന് പറയുകയും അനുദിന വിശുദ്ധ കുർബാന അതിനു വേണ്ടിയാണെന്ന് പറയുകയും എന്നാൽ ഇപ്പുറത്ത് മരിച്ചവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത് യാതൊരു തരത്തിലും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു നൂലാമാലയിലേക്കല്ലേ നമ്മൾ പോകുന്നത് എന്ന് വിശ്വാസം തിരിച്ചറിയണം. നമ്മുടെ പണം അപഹരിക്കാനും നമ്മളെ തെറ്റായ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാനല്ലേ ഈ പ്രബോധനം ഉപകരിക്കത്തുള്ളൂ എന്നുകൂടെ ചിന്തിക്കണം. ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്ന പഠനം ക്രിസ്ത്യാനിയെ സ്വർഗം എന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറ്റി ശുദ്ധീകരണ സ്ഥലം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ മാറ്റി. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് സാത്താനല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. സ്വർഗത്തിൽ ഒരുവൻ പോകണമെങ്കിൽ അവന്റെ പ്രവൃത്തികളും അവന്റെ വിശ്വാസവും ശ്രേഷ്ഠമായിരിക്കണം എന്ന് ബൈബിൾ നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കെ, അപ്പസ്തോലന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കെ, ശുദ്ധീകരണ സ്ഥലം അത് കുഴപ്പമില്ലെന്നേ, കുറച്ച് പാപം ചെയ്താലും ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാലും അത്യാവശ്യം എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ മക്കള് എൻ്റെ വരും തലമുറകൾ എനിക്ക് വേണ്ടി വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് എങ്ങനെയെങ്കിലും ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗരാജ്യത്തിൽ എത്തും എന്ന പ്രതീക്ഷ ഓരോ വിശ്വാസിക്കും കൊടുക്കാൻ ഈ പ്രബോധനം, ഈ പഠനം കാരണമായിട്ടില്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത് വലിയ അബദ്ധമാണ്. വലിയൊരു അബദ്ധ സിദ്ധാന്തത്തിലേക്കല്ലേ നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലത്താണ്. ലൂക്കാ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം ധനവാനും ലാസറും ഈ ഒരു ഉപമ പറയുമ്പോൾ വളരെ വ്യക്തമായി ദൈവവചനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദരിദ്രൻ മരിച്ചു, ദൈവദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിത്തട്ടിലേക്ക് സംഭവിച്ചു. ധനികൻ മരിച്ചു, അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരുവന്റെ മരണത്തിന് ശേഷം ഇതിനൊരു ഇടവിധാനത്തെക്കുറിച്ച് പറയുന്നേ ഇല്ല. ഒരുവൻ അബ്രഹാമിന്റെ മടിത്തട്ടിലും മറ്റവൻ നരകത്തിലും കിടക്കുക. അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ വീണ്ടും പറയുകയാണ്, ധനവാൻ വിളിച്ചു പറയുകയാ. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ എന്നിൽ കനിയണമേ, തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ, ഞാൻ ഈ അഗ്നി ജ്വാലയിൽ യാതന അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ വേദന അനുഭവിക്കുന്നു, ലാസറാകട്ടെ ഇവിടെ സന്തോഷം അനുഭവിക്കുന്നു. വീണ്ടും വചനം പറയുകയാണ്, കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആർക്കും സാധിക്കത്തില്ല. ഒരുവനും സാധിക്കാത്തൊരു കാര്യമാണ് ഇത് എന്ന് വ്യക്തമായിട്ട് വചനം പറയുക. അപ്പോഴും ധനവാൻ വീണ്ടും ഒരു റിക്വസ്റ്റ് വയ്ക്കുക, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് ഒന്ന് അയക്കണമേ എന്ന് പറയുമ്പോൾ അവിടെ തിരിച്ചുള്ള മറുപടി വളരെ ക്ലിയർ ആണ്. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും പീഡയുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവർക്ക് സാക്ഷ്യം നൽകട്ടെ ലാസർ പോയിട്ട്. 29-ാം വാക്യം, അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. പിതാവായ അബ്രഹാമേ അങ്ങനെയല്ല, മരിച്ചവരിൽ ഒരുവൻ പോയി പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിച്ചേക്കാം. അപ്പോഴും തിരിച്ചു പറയുന്ന മറുപടി അങ്ങനെയല്ല. ഭൂമിയിലുള്ള സുവിശേഷവും ഭൂമിയിലുള്ള വചനവും മോശയിലൂടെ നൽകപ്പെട്ട കാര്യങ്ങളും സുവിശേഷവും അവിടെയുള്ള പ്രവാചകന്മാരിലൂടെ പറഞ്ഞ പ്രബോധനങ്ങളും യേശുവിലൂടെ നൽകിയതും അപ്പസ്തോലന്മാരോട് നൽകിയതും ഇതൊരുവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഇതൊരുവൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ സ്വീകരിച്ച് അതിൻ്റെ പ്രതിഫലനമാകുന്ന നന്മ പ്രവർത്തികൾ ഇല്ലെങ്കിൽ അവൻ യാതൊരു തരത്തിലും വിശ്വസിക്കത്തില്ല.
ഞങ്ങൾക്ക് നിങ്ങൾക്ക് മധ്യ ഒരു ഗർത്തമാണുള്ളത്. ഭൂമിയിൽ നിന്നും ഒരുവന്റെ പ്രാർത്ഥന കൂടെ ഏതെങ്കിലും ഒരു ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഒരു ആത്മാവിനെ കയറ്റിവിടാനോ സാധിക്കത്തില്ല എന്ന് വ്യക്തമായിട്ട് ഇവിടെ ബൈബിൾ നമുക്ക് സാക്ഷ്യം നൽകുകയാണ്. അപ്പോൾ അങ്ങനെയല്ല എന്ന് ചിന്തിക്കുന്നത് എന്തർത്ഥത്തിലാണ്, ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. മാത്രമല്ല, ഈ ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്ന പഠനം നമ്മളെ വച്ചിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തെ മാറ്റി, നമ്മുടെ മാർഗത്തെ മാറ്റി, നമ്മുടെ പ്രവൃത്തിയെ മാറ്റി. ഇത് സാത്താന്റെ കളിയല്ലേ, ഇത് സാത്താനല്ലേ ഇതിൻ്റെ മേൽ പ്രവർത്തിക്കുന്നത് എന്നുകൂടെ നമ്മൾ പരിശോധിക്കണം. കാരണം സ്വർഗം ലക്ഷ്യമാക്കി വിശ്വസിച്ച ജീവിച്ച ക്രിസ്ത്യാനി ഇന്ന് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കയറാമെന്ന വിശ്വാസത്തിലേക്ക് അവനെ കൊണ്ടുവച്ചത് ഈ ഒരു പഠനമല്ലേ എന്നുകൂടെ ചിന്തിക്കുമ്പോൾ ക്രിസ്ത്യാനിയുടെ ലക്ഷ്യവും ക്രിസ്ത്യാനിയുടെ മാർഗവും അവൻ്റെ പ്രവൃത്തിയും തികച്ചും ഇന്നായിരിക്കുന്ന അവസ്ഥയിലേക്ക് പോയതിന് കാരണം ഈ പഠനമല്ലേ എന്നുകൂടെ ചിന്തിച്ച് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം എന്നുകൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മോശയുണ്ട്, പ്രവാചകന്മാരുണ്ട്, അപ്പസ്തോലന്മാരുണ്ട്, പുരോഹിതരുണ്ട്, സുവിശേഷകരുണ്ട് എന്ന് വേണ്ട, വിശുദ്ധ കുർബാനയാകുന്ന എല്ലാ മാർഗങ്ങളും അവൻ്റെ പാപപരിഹാര ബലിയും കഴിഞ്ഞിട്ടുണ്ട്. സകലതും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പാപപരിഹാര ബലിയും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം അവൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവനിൽ വിശ്വസിക്കുക, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക, വിഗ്രഹത്തെ മാറ്റി നിർത്തുക, സത്യസുവിശേഷത്തെ ചേർത്ത് പിടിക്കുക, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക. അങ്ങനെ ദൈവരാജ്യത്തിൽ നമുക്ക് എല്ലാവർക്കും കാണുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസി, ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി, ഏതെങ്കിലും ഒരു കത്തോലിക്കൻ ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്ന് കരുതി വിശ്വസിക്കാതെ, ചിന്തിക്കാതെ സ്വർഗം ലക്ഷ്യമാക്കി നീ പോകുന്നുവെങ്കിൽ ദൈവരാജ്യത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.